അപ്പം ഇതിനകത്ത് നിന്ന് നിങ്ങൾ അതിനകത്ത് എഴുതി വെക്കൂ. ഫസ്റ്റ് ഇതാണ് ഭയങ്കര എളുപ്പമുള്ള ചാപ്റ്ററാണ് കേട്ടോ ഇതിന് ഫുൾ മാർക്ക് നിങ്ങൾ വാങ്ങിക്കണം. ഇതിന് എത്ര മാർക്ക് എന്ന് ഞാൻ പറഞ്ഞിരുതാ. 1 മാർക്ക്, ആദ്യം മാർക്ക് കാണാം, 3 മാർക്ക്, ഇപ്പം 4 മാർക്ക്, 4 മാർക്കും 4 മാർക്കും അപ്പം 4 മാർക്കേ ഉള്ളൂ കേട്ടോ. 4 മാർക്ക്, 4 to 5 മാർക്കാണ് ഇതിലുള്ളത്. പക്ഷേ അത് ഭയങ്കര സിമ്പിളായിട്ട് കിട്ടും. ഈ ഒരു കാറ്റഗറി എന്നെ റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്നുള്ളൂ ഇതിന്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഫസ്റ്റ് എഴുതൂ. വിച്ച് ടൈപ്പ് ഓഫ് വീനേഷൻ ഡു യു ഒബ്സർവ് ഇൻ ഡൈക്കോട്ട് ലീഫ്? ഇത് എഴുതി കഴിഞ്ഞാൽ ലൈക്ക് അടിക്കൂ. എഴുതി കഴിഞ്ഞാൽ ലൈക്ക് അടിക്കൂ. അതായത് ഡൈക്കോട്ട് നമ്മുടെ പ്ലാവിൻ്റെ ഇല, മാവിൻ്റെ ഇല ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിൽ നടുക്കൽ ഒരു സെൻട്രൽ ഒരു മെയിൻ വെയിൻ ഉണ്ടാവും. ഈ വെയിനിൽ നിന്ന് എന്ത് ചെയ്യും? കുറേ വെയിൻലെറ്റുകൾ ഇങ്ങനെ വരും. മനസ്സിലായില്ലേ? ഇതതിൻ്റെ ഞരമ്പുകളാണ്, അതിൻ്റെ ഭക്ഷണമൊക്കെ പോകുന്ന ഞരമ്പുകൾ. അപ്പോൾ വെയിൻലെറ്റ്, അപ്പോൾ ചെറിയ ഞരമ്പുകൾ ഇങ്ങനെ വരും. ഇത് കണ്ടില്ലേ? എന്നിട്ട് പിന്നെ ഇതിൽ നിന്ന് കുറേ ബ്രാഞ്ചുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബ്രാഞ്ചുകൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബ്രാഞ്ചുകൾ എന്ത് ചെയ്യും? ഇതിൽ നിന്നൊക്കെ അങ്ങനെ അങ്ങോട്ട് വണക്കം പോകും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? റെറ്റിക്കുലേറ്റ് വീനേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? അതിനകത്ത് റെറ്റിക്കുലേറ്റ് വീനേഷൻ ഓക്കെ ആണോ? ഇനി നിങ്ങൾ നെല്ല്, ഗോതമ്പൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇല ഇങ്ങനെ, നെല്ലിൻ്റെ ഇലയ്ക്ക് ഇങ്ങനെ നിന്നിട്ട് അതിലേത് ടൈപ്പ് വീനേഷനാണെന്നറിയോ? അതിൽ സെൻട്രൽ ഇങ്ങനെ ഒരു വെയിൻ ഉണ്ടാകുമേ, എന്നിട്ട് അതിങ്ങനെ അതിനോട് പാരലായിട്ടാണ് ബാക്കിയുള്ള ഞരമ്പുകളൊക്കെ ഇങ്ങനെ കാണുക. മനസ്സിലായില്ലേ? ഇത് പാരലൽ വീനേഷനാണ്. അതിലെ ഞരമ്പുകളൊക്കെ എന്താണ്? ഒന്നൊന്നിനോട് പാരലാണ്. അപ്പോൾ ഇതൊരു ഇലയാണെങ്കിൽ ആ ഇലയിൽ ഞരമ്പുകൾ, നിങ്ങൾ ഈ മോണോകോട്ട് എന്ന് പറഞ്ഞാൽ ഈ നെല്ല്, ഗോതമ്പ് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ, അതിലൊക്കെ ഇങ്ങനെയാണ് കാണുക വീനേഷൻ. ഇത് പാരലൽ വീനേഷനാണ്. ഇത് റെറ്റിക്കുലേറ്റ് വീനേഷനാണ്. ഇത് റെറ്റിക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നെറ്റ്വർക്ക്. അപ്പോൾ ഇത് ഡൈക്കോട്ടിലാണ് കാണുക. ഇത് എന്തിലാണ് കാണുക? ഡൈക്കോട്ടിൽ. ഇത് മോണോകോട്ടിൽ. ഇത് ഏതിലാണ് കാണുക? മോണോകോട്ടിൽ. അപ്പോൾ ഇത് രണ്ടും മനസ്സിലായോ? പാരലൽ വീനേഷൻ എന്താണ്? അറേഞ്ച്മെൻറ്റ് ഓഫ് വെയിൻസ് ഓൺ ലീഫിൽ ഞരമ്പുകളുടെ അറേഞ്ച്മെൻറ്റിനെയാണ് വീനേഷൻ എന്ന് വിളിക്കുക. വീനേഷൻ 2 ടൈപ്പ് ഉണ്ട്, പാരലൽ വീനേഷനും റെറ്റിക്കുലേറ്റ് വീനേഷനും. ഡൈക്കോട്ടിൽ കാണുന്നത് റെറ്റിക്കുലേറ്റ് ആണ്. ഡൈക്കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളച്ച് വരുമ്പോൾ 2 ഇതളുകളുള്ളതിനെയാണ് നമ്മൾ ഡൈക്കോട്ട് എന്ന് വിളിക്കുക. പക്ഷേ മുളച്ച് വരുമ്പോൾ ഇങ്ങനെ ഇതിൽ വരുന്ന നെല്ലൊക്കെ പോലെ ഒരു 2 കോട്ടിലിടൻ ഉണ്ടാവില്ല. ഒറ്റ ഇതിൽ നിന്നാണ് വരിക, കോട്ടിലിടനാണ്. അങ്ങനത്തെ ഇതിനെയാണ് നമ്മൾ മോണോകോട്ട് എന്ന് പറയുക. നെല്ല്, ഗോതമ്പ് അങ്ങനെയൊക്കെയുള്ള ചെടികൾ അത് മുളച്ച് വരുമ്പോൾ അതിന് 2 പത്രം ഉണ്ടാവില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സംഭവം ഉണ്ടാവില്ല. അത് ഇങ്ങനെ പുല്ലൊക്കെ ആണെങ്കിൽ അങ്ങനെ വരിക, ഒരു തൂമ്പ് ഇങ്ങനെ വന്നിട്ട് അങ്ങനെ വരിക. അല്ലാണ്ട് ഈ മറ്റേ പയറൊക്കെ കണ്ടിട്ടില്ലേ, 2 ഇതിങ്ങനെ വന്നിട്ട് അതിൽ നിന്ന് മുള ഇങ്ങനെ വരുന്നത്, അതാണ് ഡൈക്കോട്ട്. നെല്ലൊന്നും അങ്ങനെയല്ല വരിക. അപ്പോൾ അങ്ങനത്തെ മോണോകോട്ട്. അപ്പോൾ മോണോകോട്ടിന് ഈ പാരലൽ വീനേഷനാണ്. ഡൈക്കോട്ടിന് ഞരമ്പുകൾ ഇങ്ങനെയാണ്, റെറ്റിക്കുലാർ വീനേഷനാണ്. നിങ്ങൾ റെറ്റിക്കുലാർ എന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? റെറ്റിക്കുലേറ്റ് എന്ന് പറഞ്ഞാലും അതിനകത്ത് കുഴപ്പമില്ല കേട്ടോ. റെറ്റിക്കുലാർ വീനേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ റെറ്റിക്കുലേറ്റ്. നിങ്ങളുടെ NCERT-യിലൊക്കെ റെറ്റിക്കുലേറ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ റെറ്റിക്കുലേറ്റ് എന്ന് എഴുതിക്കോളൂ കേട്ടോ. റെറ്റിക്കുലേറ്റ് അല്ലെങ്കിൽ റെറ്റിക്കുലാർ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, റെറ്റിക്കുലേറ്റ് എന്ന് പറഞ്ഞോളൂ. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ എഴുതി വെക്കൂ. പെട്ടെന്ന് എഴുതി വെക്കൂ. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസെൻസ്. ഇൻഫ്ലോറസെൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു എസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഇൻഫ്ലോറസെൻസ് എന്നാണ് കേട്ടോ. എസ് നമ്മുടെ കമ്പ്യൂട്ടറിൽ അതിനകത്ത് എസ് അടിയാൻ ഭയങ്കര പാടാണ്, അതാണ് ഇതിനകത്ത്. ഇവിടെ എസ്സും ഡബ്ല്യൂയും അടിയാത്തതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഈ ഡബ്ല്യു. ഇവിടെ ബിറ്റ്വീൻ എന്നാണ് കേട്ടോ. ഇതെന്താണ്? ബിറ്റ്വീൻ. ഇവിടെ ഒരു ബിറ്റ്വീൻ ഉണ്ട്. ബിറ്റ്വീൻ. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസെൻസ് എ ആൻഡ് ബി. റൈറ്റ് എനി 2 ഡിഫറൻസ് ബിറ്റ്വീൻ ദം. റൈറ്റ് എനി 2 ഡിഫറൻസസ്. എസ് അതിനകത്ത് അടിയത് ഡിഫറൻസസ് ബിറ്റ്വീൻ ദം. അപ്പോൾ എഴുതി കഴിഞ്ഞോ?
ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസെൻസ്. ഇൻഫ്ലോറസെൻസിൻ്റെ സ്പെല്ലിംഗ് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്, സൂം ചെയ്ത് നോക്കിയാൽ മതി. ഇൻഫ്ലോറസെൻസ്. അപ്പോൾ എഴുതിയോ? ഇത് എഴുതിയോ? റൈറ്റ് എനി ടു ഡിഫറൻസസ്. ഇതെന്താ സംഭവം എന്നറിയോ? നിങ്ങളോട് ചോദിച്ചത് ഇതാണ്, ഈ രണ്ട് സംഭവം എന്താണ്, എയും ബിയും. എ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു പൂവ് ഇങ്ങോട്ട് വന്നിട്ട് അങ്ങ് വിടരും. പിന്നെ അതിൻ്റെ സൈഡിൽ നിന്ന് രണ്ട് മുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ഇനി ഈ മുട്ടിലെ ആദ്യത്തെ പൂവ് അങ്ങോട്ട് വിടരും, അതിൻ്റെ സൈഡിലേക്ക് രണ്ട് മുട്ടുകൾ ഇങ്ങനെ വരും. അപ്പോൾ ആദ്യം തന്നെ സെൻറ്ററിൽ ഒരു പൂവ് വന്നിട്ട് പിന്നെ അങ്ങനെ ഇങ്ങനെയുള്ള ഇതിനെ നമ്മൾ സൈമോസ് ഇൻഫ്ലോറസെൻസ് എന്നാണ് വിളിക്കുക. സൈമോസ്. ഇനി വേറൊരു ടൈപ്പ് ഇൻഫ്ലോറസെൻസ് എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ നീണ്ടു പോവും. എന്നിട്ട് ഈ കണിക്കൊന്നൊക്കെ ഇവിടെ അതിന് ആദ്യത്തെ പൂക്കളൊക്കെ ഇങ്ങനെ വിടരും, പിന്നെ ചെറിയ പൂക്കളൊക്കെ മുകളിലോട്ട് ഇങ്ങനെ ഉണ്ടാവും. അതിങ്ങനെ നീണ്ടു പോയിക്കൊണ്ടേയിരിക്കും. മുകളിലൊക്കെ ചെറിയ ചെറിയ പൂക്കൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇത് റെസിമോസ് ഇൻഫ്ലോറസെൻസ് ആണ്. ഇതെന്താണ്? റെസിമോസ് ഇൻഫ്ലോറസെൻസ് ആണ്. അപ്പം ഈ രണ്ട് ഇൻഫ്ലോറസെൻസുകളുടെ പേരുകളാണ്. ഈ രണ്ട് പൂക്കൾ കാണുമ്പോൾ ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ഉണ്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആദ്യം തന്നെ രണ്ടാമത്തെ കേസിൽ, ഫസ്റ്റ് കേസിൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. ഫസ്റ്റ് കേസിൽ എന്താണ്? ആദ്യം തന്നെ ഒരു പൂവ് അങ്ങോട്ട് വിടരും, വലിയ പൂവ് ഉണ്ടാവും. പിന്നെ അതിൻ്റെ സൈഡിലേക്ക് മൊട്ട് വന്നിട്ട് പിന്നെ അതൊരു വലിയ പൂവാവും, അതിൻ്റെ സൈഡിലേക്ക് മൊട്ട്, അങ്ങനെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻഫ്ലോറസെൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സൈമോസ് എന്ന് വിളിക്കുക. അപ്പോൾ സൈമോസ് ആണ്. ഇനി മറ്റേ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് അടിയിൽ ഇലയെന്ന് പിന്നെ പൂവുണ്ട് അങ്ങനെ നീണ്ടു പോകും. ആ സൈഡിലേക്ക് ഇങ്ങനെ പൂക്കളുണ്ടായി, മുകൾക്ക് ഇങ്ങനെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മുകളിലൊക്കെ വിടരാത്ത പൂക്കളായിരിക്കും. ഇവിടെ അങ്ങനെയല്ല, ആദ്യം തന്നെ പൂവ് അങ്ങോട്ട് വിടർന്നിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഇത് റെസിമോസ് ഇൻഫ്ലോറസെൻസ് ആണ്. ഈ ഇൻഫ്ലോറസെൻസുകൾ ഇതിനകത്ത് മനസ്സിലായി കഴിഞ്ഞോ? ഇൻഫ്ലോറസെൻസ്, ഫസ്റ്റത്തെ ഇൻഫ്ലോറസെൻസ് എന്ന് പറഞ്ഞാൽ സൈമോസ് ഇൻഫ്ലോറസെൻസ് ആണ്. പിന്നത്തേത് റെസിമോസ് ആണ്. അപ്പം അതാണ് അതിനകത്ത്. അപ്പോൾ ആ വ്യത്യാസം അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾക്ക് മനസ്സിലാവും ഈ സൈമോസിൽ എന്താ സംഭവിക്കുക വെച്ചാൽ ആദ്യം തന്നെ എന്ത് ചെയ്യും? ഒരു പൂവ് അങ്ങോട്ട് വിടരും. ആദ്യം മെയിൻ പൂവാണ് ഉണ്ടാവുക. പിന്നെ അതിൻ്റെ സൈഡിലേക്ക് രണ്ട് മൊട്ടുകൾ ഉണ്ടാവും. പിന്നെ ആ മൊട്ട് എന്ത് ചെയ്യും? ഇത് മെയിനായിട്ട് ഇത് അങ്ങോട്ട് വിടരും. ഇത് വിടർന്നിട്ട് ഇതിൻ്റെ അടിയിലേക്ക് വേണമെങ്കിൽ രണ്ട് മുട്ടുകൾ ഉണ്ടാവാം. അപ്പോൾ ഇത് വിടർന്നിട്ട് ഇതിൻ്റെ അടിയിലേക്ക് രണ്ട് മുട്ടുകൾ. അപ്പോൾ ഇങ്ങനെ ആദ്യം മെയിൻ പൂവ് അങ്ങോട്ട് വിടരും, ബാക്കി സൈഡിലേക്കാണ് മുട്ടുകൾ ഉണ്ടാവുക. അങ്ങനെയുള്ള ടൈപ്പ് ഇതിനെ നമ്മൾ സൈമോസ് ഇൻഫ്ലോറസെൻസ് എന്നാണ് പറയുക. സൈമോസ്. ഇനി ഇതങ്ങനെയല്ല, ഇതിങ്ങനെ നീണ്ടു പോകും. അടിയിലുള്ള പൂക്കളാണ് ആദ്യം വിടരുക, പിന്നെ മുകളിലേക്ക് ഇങ്ങനെ വിടർന്ന് പോകും. മുകളിലൊക്കെ ചിലപ്പം ചെറിയ പൂവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാവുള്ളൂ. അതങ്ങനെ നീണ്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ അങ്ങനെ ഈ ഗ്രോത്ത് ഇല്ല. ഇവിടെ സൈഡിലേക്കാണ് ഗ്രോത്ത്. ഇവിടെ ഈ പൂവ് വളർന്നു കഴിഞ്ഞു, ഇനി അങ്ങോട്ട് മേപ്പെട്ട് പോവില്ല. അപ്പോൾ അതാണ് അവിടെ ഗ്രോത്ത് ലിമിറ്റഡായി. ഇതിൻ്റെ ഗ്രോത്ത് കഴിഞ്ഞു, പക്ഷെ ഇതിൻ്റെ ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ തമ്മിൽ വ്യത്യാസം. ഇത് ഇനി പൂക്കൾ കൂടുതൽ പൂക്കളുണ്ടാവും. റെസിമോസ് ഇൻഫ്ലോറസെൻസ്. അപ്പം റെസിമോസും സൈമോസും നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത് തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് എഴുതേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് സൈമോസിൻ്റെയും റെസിമോസിൻ്റെയും വ്യത്യാസം. അപ്പോൾ നിങ്ങൾ എഴുതി വെക്കൂ. ഒന്ന് അതിൻ്റെ തണ്ട് എന്നുള്ളതാണ്. തണ്ടിൻ്റെ വളർച്ച എന്താണ്? ഒന്നിൽ ലിമിറ്റഡ് ആണ്, അതവിടെ നിൽക്കും. ആ തണ്ട് ഫസ്റ്റ് പൂവ് വന്നു കഴിഞ്ഞാൽ തണ്ടിൻ്റെ വളർച്ച നിൽക്കും. പിന്നെ അത് സൈഡിക്കേ വളരുള്ളൂ, സൈഡിക്ക് ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, അൺലിമിറ്റഡ് കണ്ടിന്യൂസ് ഗ്രോത്ത് ആണ്. റെസിമോസ് എന്ത് ചെയ്യും? നീണ്ടുകൊണ്ടേയിരിക്കും. ഇനി പൂക്കളുടെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ്? പൂക്കളുടെ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നല്ല എന്താ പറയുക, വിടർന്ന പൂവായിരിക്കും ആദ്യത്തേത്. ചെറുതൊക്കെ സൈഡ് കയറി ബേസിലായിരിക്കും. ടോപ്പിൽ വിടർന്ന പൂവായിരിക്കും, അതായത് ഓൾഡസ്റ്റ് ഫ്ലവർ ആയിരിക്കും മുകളിൽ ഉണ്ടാവുക. യങ്ങസ്റ്റ് ഫ്ലവറൊക്കെ താഴത്തേക്കായിരിക്കും, അതായത് ഏറ്റവും ആദ്യം ഒരു വിരിഞ്ഞ പൂവായിരിക്കും. പിന്നെ വിരിയാനുള്ളതൊക്കെ താഴത്തേക്കായിരിക്കും. അപ്പോൾ ഇതാണ് സൈമോസ്. റെസിമോസ് അങ്ങനെയല്ല, താഴെ ആയിരിക്കും എന്ത്? വിരിഞ്ഞ പൂക്കൾ, ഓൾഡസ്റ്റ് ഫ്ലവർ. ഇനി യങ്ങസ്റ്റ് ചെറിയ വിരിയാനുള്ളതൊക്കെ മുകളിലായിരിക്കും. അപ്പോൾ ആക്രോപെറ്റൽ എന്നാണ് ആ ഓർഡറിനെ വിളിക്കുക. അറേഞ്ച്മെൻറ്റ് ഓഫ് ഫ്ലവർ എന്താണ്? ഇതിൽ ബേസി പെറ്റലാണ്, ഇത് ആക്രോപെറ്റലാണ്. ആക്രോ എന്ന് പറഞ്ഞാൽ എൻഡിലാണ് ഇനി വിരിയാനുള്ളത്. ഇത് ബേസി പെറ്റലാണ്. വിരിയാനുള്ളത് താഴെയാണ്, ബേസിലാണ് വിരിയാനുള്ളത്. അപ്പം ഇനി വിരിയാനുള്ളത് താഴെയാണെങ്കിൽ ബേസി പെറ്റൽ, വിരിയാനുള്ളത് മുകളിലാണെങ്കിൽ ആക്രോപെറ്റൽ. അപ്പം മനസ്സിലായോ? അപ്പോൾ ഇത് എഴുതി വെക്കൂ. അതിനകത്ത് വേണമെങ്കിൽ ഇത് തണ്ടിൻ്റെ വളർച്ച നിൽക്കും. സൈമോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പൂവ് അങ്ങോട്ട് വന്ന് ഫസ്റ്റത്തെ പൂവിനെ അങ്ങ് വിടരുത്, തണ്ടിൻ്റെ വളർച്ച നിൽക്കും. പിന്നെ സൈഡിക്ക്. അപ്പോൾ ഇത് ഓൾഡസ്റ്റ് ഫ്ലവർ ടോപ്പിലും
യങ്ങസ്റ്റ് ഫ്ലവർ ബേസിലുമാണ്. ഇവിടെ അങ്ങനെയല്ല, ഈ റെസിമോസ് പറഞ്ഞാൽ നീണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഓൾഡസ്റ്റ് ഫ്ലവർ ബേസിലും യങ്ങസ്റ്റ് ടോപ്പിലുമാണ്. അപ്പോൾ ഇത് മലയാളത്തിൽ എഴുതി വെച്ചാൽ മതി. വിടരാനുള്ള പൂക്കൾ മുകളിലും വിടർന്ന പൂക്കൾ താഴെയും, അതാണ് റെസിമോസ്. സൈമോസ് അങ്ങനെയല്ല, വിടർന്ന പൂവ് മുകളിലും വിടരാനുള്ളത് സൈഡിലും ബേസിലും. അപ്പോൾ അതാണ് സൈമോസ്. അപ്പോൾ അതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം. സൈമോസ് ലിമിറ്റഡ് ഗ്രോ, അവിടെ വളർച്ച നിന്നു. റെസിമോസ് അങ്ങനെയല്ല, വളർന്നുകൊണ്ടേയിരിക്കും, പുതിയ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ സംഗതി സെറ്റല്ലേ? എളുപ്പമല്ലേ? ഇതൊക്കെ എളുപ്പമാണെങ്കിൽ ലൈക്ക് അടിച്ച്, എളുപ്പമല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ച്. എളുപ്പമല്ല, ഒന്നും പറയുന്നില്ല. ഇതൊക്കെ എന്താ, ഭയങ്കര സിമ്പിളല്ലേ? ഒരു പൂവ് വിടർന്നിട്ട് ആദ്യം തന്നെ ഒരു പൂവ് ഉണ്ടായി, ആദ്യം തന്നെ ഒരു പൂവ് വന്നിട്ട് അങ്ങ് വിടർന്നു. ഇനി വിടരാനുള്ളതൊക്കെ അതിൻ്റെ സൈഡിലാണ്. അങ്ങനെയാണെങ്കിൽ ഇത് എന്താണ്? ഇത് സൈമോസ് ആണ്. ഇനി അങ്ങനെയല്ല, ആദ്യം തന്നെ വിടർന്നു, ഇവിടെ അടിയിലുള്ളവർ വിടർന്നു, ഇത് ഈ പൂവ് വിടർന്നു. ഇനി ഇവിടേക്ക് ഇങ്ങനെ മുട്ടുകളാണ്. ഇത് റെസിമോസ് ആണ്. ഇത് റെസിമോസ് ആണ്. അപ്പോൾ സൈമോസ് എന്ന് പറഞ്ഞാൽ ഓൾഡസ്റ്റ് ഫ്ലവർ ടോപ്പിലും യങ്ങസ്റ്റ് ഫ്ലവർ ബേസിലും. ഇതങ്ങനെയല്ല, യങ്ങസ്റ്റ് ഫ്ലവർ ടോപ്പിലും ഓൾഡസ്റ്റ് ഫ്ലവർ ബേസിലും. എന്തപ്പോൾ ഇതിലൊക്കെ പഠിക്കാനുള്ളത് ഇല്ലേ? അതാണ് റെസിമോസ്, സൈമോസ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് ഗ്രോത്ത് ലിമിറ്റഡ് ആണ്, മറ്റേ വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ അതിനകത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളിലുള്ള ഫ്ലവറാണ്, അതിനകത്ത് ആ 2 ഫീച്ചർ എഴുതിയാൽ മതി. ഓക്കെ, ഇനി അടുത്തത് എഴുതി വെക്കൂ. മോണോകോട്ട് സീഡ് എഴുതി വെക്കൂ, എഴുതി വെക്കൂ. എഴുത്ത് ഭയങ്കര ഫാസ്റ്റാണ്. അപ്പോൾ ആക്ച്വലി ഈ ചാപ്റ്ററൊക്കെ തീർക്കാൻ നമുക്ക് എന്ത് മതി? ഒരു ജസ്റ്റ് 44 hour മതി. അതുപോലെ ഇനി അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉണ്ട്, അതും ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് അതിനകത്ത് തീർക്കാൻ പറ്റും. നേരത്തെ സൺഡേക്ക് ഒരു ക്ലാസ് കൊണ്ട് നമ്മൾ ഇത് തീർത്തില്ലേ, അതേപോലെ ജസ്റ്റ് ഒരു 5 to 6 ക്ലാസ്സസ്. അപ്പം നമുക്കറിയാം, നമുക്ക് പയറൊക്കെ മുളച്ച് വരുമ്പോൾ അതിൻ്റെ അകത്ത് 2 പൊളി ഉണ്ടാവും. ആ 2 പൊളി ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ ഇവിടുന്ന് മുന ഉണ്ടാവും, ഇവിടുന്ന് വേരും ഉണ്ടാവും. അപ്പോൾ പയറിങ്ങനെ മുകളിലോട്ട് വളരും, അതിൻ്റെ തണ്ട് വേര് അടിയിലോട്ടും വളരും. അതിനിങ്ങനെ 2 കോട്ടിലിഡൻ ഉണ്ടാവും. ഡൈക്കോട്ട് സീഡ്. അപ്പോൾ പയർ അങ്ങനെ മാങ്ങ അതൊക്കെ 2 കോട്ടിലിഡൻ ഉണ്ടാവും. എന്നാലോ നെല്ല് അതിൻ്റെയൊക്കെ ഒറ്റ കോട്ടിലിഡനാണ്. മനസ്സിലായില്ലേ? അതിനകത്ത് 2 പൊളി ഉണ്ടാവും, 2 പൊളി കിട്ടൂല. നിങ്ങൾ പയറിൻ്റെ വിത്ത് പൊളിച്ച് നോക്കിയേ, ആ 2 പൊളി ഇങ്ങനെ കിട്ടും. പക്ഷേ നെല്ല്, നമ്മുടെ അരിമണി നെല്ലൊക്കെ നോക്കിയേ, അതിനകത്ത് ഒറ്റ കോട്ടിലിഡൻ ഉണ്ടാവുക, അതിൽ നിന്നാണ് അത് വളർന്നു വരിക. അപ്പം ആ മോണോകോട്ടിൻ്റെ കോട്ടിലിഡനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ക്യൂട്ടില്ലം. മോണോകോട്ടിൻ്റെ കോട്ടിലിഡനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സ്കൂട്ടില്ലം എന്നാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പം മോണോകോട്ടിൻ്റെ വിത്ത് വളർന്നു വരുന്ന അതിൻ്റെ കോട്ടിലിഡൻ എന്ന് പറഞ്ഞാൽ പയറിൽ വിത്തിൽ 2 കോട്ടിലിഡൻ ഉണ്ടാവും, അതിൽ നിന്നാണ് അത് ഉണ്ടാവുക, അതിൻ്റെ തൂമ്പ് സൈഡിൽ നിന്ന്. അപ്പോൾ അതേപോലെ മോണോകോട്ടിന് ഒറ്റ കോട്ടിലിഡനാണ്. മോണോകോട്ടിൻ്റെ കോട്ടിലിഡനെ വിളിക്കുന്ന പേരാണ് സ്കൂട്ടില്ലം. ഓക്കെ, അപ്പം അത് എഴുതി വെക്കും. എഴുതി കഴിഞ്ഞില്ലേ? ഇത് +2 ചോദിക്കുന്നതാണ് കേട്ടോ. +2 +1 ചോദിക്കുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾ അടുത്ത് എഴുതി വെക്കുക. ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഒരു 5 സ്റ്റാർ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്യും കേട്ടോ. നമ്മളെപ്പോഴും പറയുമ്പോഴേ നിങ്ങളതിനകത്ത് മാർക്ക് ചെയ്യണം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ പരീക്ഷയ്ക്ക് പോകുമ്പോഴേ ഇതിനകത്ത് ഇത് നോക്കി പഠിച്ച് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുമ്പോൾ നിങ്ങളത് മാർക്ക് ചെയ്യണം, അത് നിങ്ങളുടെ റോളാണ്. അപ്പം ഇത് എഴുതി കഴിഞ്ഞു. അതിനകത്ത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, ചില പൂക്കളെ എതളുകൾ ഇങ്ങനെ നോക്കുമ്പോഴേ ഒരു എതളുണ്ടാവും, കുറച്ച് വിട്ടിട്ട് ഒരു എതള്, കുറച്ച് വിട്ടിട്ട് ഒരു എതള്, കുറച്ച് വിട്ടിട്ട് ഒരു എതള്. അപ്പോൾ പൂക്കളെ എതള് തമ്മിൽ എന്ത് ചെയ്യില്ല, ടച്ച് ചെയ്യാതെ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന എതളുകളായിരിക്കും. ഒന്നിൻ്റെ എതള് അതെന്ത് ചെയ്യില്ല, കയറി നിൽക്കില്ല. ഒരു എതളിനോട് ചേർന്നിട്ട് അടുത്ത എതള്, അടുത്ത എതള്, അടുത്ത എതള്, അടുത്ത എതള്, അങ്ങനെ ആയിരിക്കും. അപ്പം ഇതിനകത്ത് അതായത് എങ്ങനെയാണ് അറേഞ്ച്മെൻറ്റ് എന്നുള്ളതിനെയാണ് നമ്മൾ അതിനകത്ത് എന്ത് വിളിക്കുന്നത്, ഇസ്റ്റുവേഷൻ എന്ന് വിളിക്കുന്നത്. അതിനകത്ത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് കണ്ടില്ലേ, ഇവിടെ ഈ ഫസ്റ്റ് കേസ് നോക്കിയേ നിങ്ങൾ. അതിൻ്റെ ആ പൂക്കളുടെ ഇലകളെ, പൂവിൻ്റെ ഒരു ഇല ഇങ്ങനെ തൊട്ടടുത്ത് എന്ത് ചെയ്യാണ്, അടുത്ത ഇല ഇങ്ങനെ, അത് ഒന്ന് മുകളിൽ കയറി നിൽക്കുന്നില്ല. പിന്നെ അടുത്തതിങ്ങനെ, അടുത്തതിങ്ങനെ, അടുത്തതിങ്ങനെ. അപ്പം ഒരു ഗ്യാപ്പ്, ചെറിയൊരു ടച്ച്, ഇങ്ങനെ ജസ്റ്റ് വേണമെങ്കിൽ ടച്ച് ചെയ്യാന്നിരുന്നാൽ പോലും എന്തില്ല, ഒന്നിൻ്റെ മുകളിലേക്ക് കയറുന്നില്ല. പക്ഷെ അടുത്ത അറേഞ്ച്മെൻറ്റ് നോക്കിയാൽ മതി.
അതിലെ പൂവിൻ്റെ ഇതള്, അതിൽ പൂവിൻ്റെ സംഭവമാണെന്ന് പറയുന്നത്. പൂവിൻ്റെ ഒരു ഇതളുണ്ടല്ലോ, അത് ഒന്നിൻ്റെ മുകളിലോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒന്ന് കയറി നിൽക്കുകയാണ്. ഒരു ഇതള് അതിൻ്റെ ഉള്ളിലേക്ക് മറ്റേ ഇതള്, അങ്ങനെ അതിൻ്റെ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇതളുകൾ ഇങ്ങനെ ഉള്ളിലേക്ക് ഒന്നുള്ളിലും ഒരു ഇങ്ങനെ ആ ഒരു അറേഞ്ച്മെൻറ്റ് കണ്ടില്ലേ, ഒന്നിൻ്റെ ഉള്ളിലേക്ക് മറ്റത്, അപ്പോൾ ഒന്നിൻ്റെ ഉള്ളിലേക്ക് മറ്റത്. അപ്പോൾ അങ്ങനെ അറേഞ്ച് ചെയ്ത് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈപ്പ് ഈസ്റ്റുവേഷനാണ്. അപ്പം ഇത് വാൾവേറ്റ് എന്നാണ് ഇതിനെ വിളിക്കുക. ഇതിനെന്താ വിളിക്കുക? വാൾവേറ്റ്. ഇനി ഇത് രണ്ടാമത്തേതിനെ നമ്മൾ ഇംബ്രിക്കേറ്റ് എന്നാണ് വിളിക്കുക. ഇംബ്രിക്കേറ്റ് അല്ല, രണ്ടാമത്തെ ട്വിസ്റ്റഡ്. രണ്ടാമത്തെ എന്താണ്? ട്വിസ്റ്റഡ്. രണ്ടാമത്തത് ഇങ്ങനെ ഒന്നിന് മുകൾക്ക് കയറി നിൽക്കുന്നതിനെ ട്വിസ്റ്റഡ് എന്നാണ് വിളിക്കുക. മൂന്നാമത്തെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ ഒന്ന് കംപ്ലീറ്റ് ഉള്ളിലാണ്. ഇത് നോക്കൂ നിങ്ങൾ, ഇത് കംപ്ലീറ്റ് ഈ സൈഡും ഇതിൻ്റെ ഉള്ളിലാണ്, മറ്റേ സൈഡും ഇതിൻ്റെ ഉള്ളിലാണ്. ഇനി ഒന്ന് നോക്കൂ നിങ്ങൾ, ഒന്ന് കംപ്ലീറ്റ് പുറത്താണ്. അതിൻ്റെ രണ്ടും കംപ്ലീറ്റ് പുറത്താണ്. പക്ഷെ ബാക്കിയുള്ളത് നോക്കിയാൽ നിങ്ങൾക്ക് തോന്നും ഒന്ന് പുറത്തും ഒന്ന് ഉള്ളിലും, ഒന്ന് പുറത്തും ഒന്ന് ഉള്ളിലും, ഒന്ന് പുറത്തും ഒന്ന് ഉള്ളിലും. അപ്പോൾ പക്ഷെ ഇത് കംപ്ലീറ്റ് ഉള്ളിലാണ്. അതിൻ്റെ രണ്ട് ഭാഗവും മറ്റേ രണ്ടിൻ്റെ ഉള്ളിലാണ്. ഇത് കംപ്ലീറ്റ് പുറത്തുമാണ്. പക്ഷെ ബാക്കിയുള്ളതൊക്കെ ഒന്നുള്ളിലും ഒന്ന് പുറത്തുമാണ്. ഈ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ഇംബ്രിക്കേറ്റ് ഈസ്റ്റുവേഷൻ എന്ന് വിളിക്കുക. ഇംബ്രിക്കേറ്റ്. ഇനി ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് പയറിലൊക്കെ എങ്ങനെയാണ് കാണുക? ഒരു പൂവിൻ്റെ ഇതള് കംപ്ലീറ്റ് പുറത്ത്, ഒരു പൂവ് കംപ്ലീറ്റ്, ഒരു ഇത് ഉള്ളിൽ, രണ്ടെണ്ണം ഇങ്ങനെ സൈഡിക്ക്. അപ്പോൾ ഈ മുകളിലേക്കുള്ളതിനെ സ്റ്റാൻഡേർഡ് പെറ്റൽ എന്നാണ് വിളിക്കുക, സൈഡിലേക്കുള്ളതിനെ വിങ് പെറ്റൽ എന്നാണ് വിളിക്കുക, ഇതിനെ കീല് എന്നാണ് വിളിക്കുക. അപ്പം ഈ ഈസ്റ്റുവേഷനെ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഇതളുകളുടെ അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ ഈ എഴുതിയത് ഇതിനകത്ത് മലയാളത്തിൽ പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, ഒരു പൂവിൽ ഒരു ഇതൾ മറ്റൊന്നിനെ അപേക്ഷിച്ച് എങ്ങനെയാണോ ഇരിക്കുന്നത് ആ അറേഞ്ച്മെൻറ്റിനെയാണ്, ഇതളുകളുടെ അറേഞ്ച്മെൻറ്റിനെയാണ് സെപ്പൽസ് ഓർ ഇത് പൂവിൻ്റെ ഇതളാകാം, അല്ലെങ്കിൽ സെപ്പൽ പൂവുണ്ടാകുന്ന അതിൻ്റെ ഒരു എന്താ പറയുക, പൂവുണ്ടാകുന്ന ഇപ്പം ചെമ്പരത്തിയിലൊക്കെ എന്താണ് അതിനകത്ത് സെപ്പൽ എന്ന് പറയുന്ന ഭാഗമുണ്ട്, അതിൻ്റെ ഒരു പച്ച കളർ സാധനം കണ്ടിട്ടില്ലേ? അപ്പം അതിൻ്റെ പൂവിൻ്റെ ഇതള് ചുവപ്പ് കളറാണ്, പക്ഷെ അതിൻ്റെ അടിയിലൊരു പച്ച കളർ ട്യൂബ് പോലൊരു സാധനം ഉണ്ടാവും. ഒരു മിനിറ്റ്, ഫോൺ ഓഫ് ശ്രദ്ധിക്കുന്നില്ല ഞാൻ, അതാണ് സംഭവം. ഫോൺ ഓഫായി. അപ്പം നിങ്ങൾ ഇത് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു പൂവിൽ അതിൻ്റെ ഇതളുകൾ ഒന്നിനനുസരിച്ച് മറ്റത് എങ്ങനെയാണോ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എസ്റ്റുവേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു പൂവിൽ ഇതളുകളുടെ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇസ്റ്റുവേഷൻ എന്ന് വിളിക്കുന്നത്. വാട്ട് ഈസ് ഇസ്റ്റുവേഷൻ? ഒരു പൂവിൽ ഇതളുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിനെയാണ് ഇതളുകളോ അല്ലെങ്കിൽ അതിൻ്റെ സെപ്പലോ. അപ്പം ഇതളുകളാവാം, അല്ലെങ്കിൽ ഇതളിൻ്റെ താഴെയുള്ള ഇതളുകളാവാം. അപ്പം ഇത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എയിലെ ഈസ്റ്റുവേഷൻ എന്താണ്? വാൽവേറ്റ് ആണ്. ദ സെപ്പൽസ് പെറ്റൽസ് ജസ്റ്റ് ടച്ച് ഈച്ച് അതർ അറ്റ് മാർജിൻ. ജസ്റ്റ് ഇങ്ങനെ എന്ത് ചെയ്യും? ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുന്ന പൂക്കൾ, ഒരു ഇതളുകൾ, അതാണ് വാൽവേറ്റ് ഈസ്റ്റുവേഷൻ. ഈസ്റ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു പെറ്റലുകളുടെയോ സെപ്പലുകളുടെയോ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ പെറ്റൽ എന്ന് പറഞ്ഞാൽ ചെമ്പരത്തിയിലൊക്കെ ഇങ്ങനെ പൂവ് കണ്ടിട്ടില്ലേ, ഇങ്ങനെ അതിൻ്റെ ഇതള് കണ്ടിട്ടില്ലേ? പക്ഷെ അത് വരുന്ന ഒരു ഭാഗം, അതിൻ്റെ ഒരു കൊള, ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടില്ലേ? അപ്പോൾ ഇത് സെപ്പലാണ്, ഇത് പെറ്റലാണ്. അപ്പം പൂവ് ഉണ്ടാവുന്നതിൻ്റെ അടിയിൽ ഒരു സെപ്പൽ സാധനം ഉണ്ടാവും. ചെമ്പരത്തിക്കൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു പച്ച കളർ ഒരു കോളം ഇത് സാധനം, എന്നിട്ട് അതിനിങ്ങനെ ഇതുണ്ടാവും, അത് സെപ്പല്. അതിൽ നിന്ന് ഇങ്ങനെ പെറ്റൽ വരും, മനസ്സിലായില്ലേ? പൂക്കൾ പെറ്റൽ. അപ്പോൾ ഈ പെറ്റലുകളുടെയും സെപ്പലുകളുടെയും ഒക്കെ അറേഞ്ച്മെൻറ്റ്, അപ്പോൾ പെറ്റൽ ഒന്നിനെ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ ആണെങ്കിൽ, ഒന്നിൻ്റെ മുകളിലോട്ടൊന്ന് കയറി നിൽക്കുന്നില്ലെങ്കിൽ അത് വാൽവേറ്റ്. അപ്പോൾ പെറ്റലുകളുടെയോ സെപ്പലുകളുടെയോ അറേഞ്ച്മെൻറ്റ് ഒന്നിനനുസരിച്ച് മറ്റത് എങ്ങനെയാണ് അറേഞ്ച് വെച്ചിരിക്കുന്നത്, അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എസ്റ്റുവേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് എസ്റ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇതിനകത്ത് നിങ്ങളതിനകത്ത്, എനിക്ക് മൊബൈൽ കാണാത്തതുകൊണ്ട് മൊബൈൽ ഇപ്പോൾ ഓണായിട്ടുണ്ട്, ഞാൻ അതിനകത്ത് കയറട്ടെ. നിങ്ങൾക്ക് അതിന് മനസ്സിലായോന്നൊന്നും എനിക്കറിയുന്നില്ല. പെറ്റലുകളുടെയോ സെപ്പലുകളുടെയോ അറേഞ്ച്മെൻറ്റ് ഒന്നിനനുസരിച്ച് മറ്റൊന്ന് എങ്ങനെയാണ് ഇരിക്കുന്നത്? ടച്ച് ചെയ്ത് മുകളിലോട്ട് നിൽക്കുന്നുണ്ടോ, അതോ ടച്ച് ചെയ്യാൻ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുകയാണോ എന്നൊക്കെ ഉള്ള അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇസ്റ്റുവേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇസ്റ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ്റ്റുവേഷൻ, അപ്പോൾ ഇതിനകത്ത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനകത്ത് ഞാൻ ഒന്ന് എൻ്റർ ചെയ്യട്ടെ. അപ്പം പെറ്റലുകളുടെയോ സെപ്പലുകളുടെയോ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എസ്റ്റുവേഷൻ എന്ന് വിളിക്കുന്നത്.
അപ്പോൾ ഇതിനകത്ത് ഓക്കെ ആണെങ്കിൽ ലൈക്ക് അടിച്ച്. ഇത് മനസ്സിലായിട്ടുണ്ട്, ഇത് സെറ്റാണ്. പൂവിൽ ഇതളുകൾ ഒന്നിനനുസരിച്ച് മറ്റൊന്ന് എങ്ങനെയാണോ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എസ്റ്റുവേഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായെങ്കിൽ ലൈക്ക് അടിച്ച്. ഓക്കെ, അപ്പം ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് പല രീതിയിലുണ്ട്. ഒന്നൊന്നിനെ ജസ്റ്റ് ടച്ച് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ സെപ്പൽസ് ഓർ പെറ്റൽസ്, സെപ്പൽസ് ഓർ എന്നാണ് കേട്ടോ. സെപ്പൽസ് ഓർ പെറ്റൽസ് ജസ്റ്റ് ടച്ച് ഈച്ച് അതർ അറ്റ് ദ മാർജിൻ. ജസ്റ്റ് വേണമെങ്കിൽ ടച്ച് ചെയ്ത് നിൽക്കാം, മനസ്സിലായില്ലേ? ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്നുള്ളൂ ഒന്നൊന്നിനെ. അപ്പോൾ ഈ സിറ്റുവേഷൻ എ എന്താണ്? വാൾവേറ്റ് ആണ്. രണ്ടാമത്തത് എന്താണ്? ട്വിസ്റ്റഡ് ആണ്. വൺ മാർജിൻ ഓവർലാപ്സ് ദ നെക്സ്റ്റ് വൺ. ഒന്നിൻ്റെ മുകളിൽ ഒന്ന് കയറി നിൽക്കും, അടുത്ത് ഒന്ന് കയറിക്കോ, അതിൻ്റെ അടുത്ത് ഒന്ന് കയറി നിൽക്കും, ഒന്നിൻ്റെ മുകളിൽ ഒന്ന്, ഒന്നിൻ്റെ മുകളിൽ ഒന്ന്, ഒന്നിൻ്റെ ഉള്ളിലേക്ക് ഒന്ന്. അപ്പോൾ അങ്ങനെ. അപ്പം ഒന്ന് കംപ്ലീറ്റ്ലി ഉള്ളിലാവുമോ? ഇല്ലല്ലോ. ഒന്ന് പുറത്തേക്കാണ് വരയ്ക്കുന്നത്. അപ്പം എന്നാലല്ലേ ഒന്നുള്ളിലേ ഒന്ന് പുറത്ത്, അങ്ങനെ ഒന്നുള്ളിലേ ഒന്ന് പുറത്ത്, ഒന്നുള്ളിലേ ഒന്ന് പുറത്ത്, ഒന്നുള്ളിലേ ഒന്ന് പുറത്ത്, ഒന്നുള്ളിലേ ഒന്ന് പുറത്ത്, അങ്ങനെ ഒന്നുള്ളിലേ ഒന്ന് പുറത്ത്. അപ്പോൾ ലാസ്റ്റ് തന്നെ. അപ്പോൾ ഈ സിറ്റുവേഷനാണ് എന്ത്? ഒന്നിൻ്റെ ഒരു മാർജിൻ എന്ത് ചെയ്യും? ഓവർലാപ്സ് ദി അതർ മാർജിൻ. ഒരു മാർജിന് മറ്റൊരു മാർജിൻ എന്ത് ചെയ്യാണ്? ഓവർലാപ്പ് ചെയ്ത് നിൽക്കുകയാണ്. എന്താണ്? ഒരു മാർജിന് മറ്റൊരു മാർജിനെ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുകയാണ്. അത്തരം ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്വിസ്റ്റഡ് എന്ന് വിളിക്കുന്നത്. ഇനി ഇംബ്രിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ഈസ് കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ്. മാർജിൻസ് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷേ വൺ ഈസ് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ആണ്, വൺ ഈസ് കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ആണ്. മനസ്സിലായോ? അപ്പം വൺ ഈസ് മാർജിൻസ് ഓവർലാപ്പ് ഇൻ സം. ചിലതിൽ എന്ത് ചെയ്യും? ഒന്ന് ഓവർലാപ്പ് ചെയ്യും, എന്നാൽ ഒന്ന് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ആയിരിക്കും, ഒന്ന് കംപ്ലീറ്റ്ലി ഔട്ട്സൈഡും ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വരച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഒന്ന് കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് വരയ്ക്കുക, പിന്നെ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്യും, പിന്നെ ഒന്ന് ഉള്ളിലും പുറത്തും. ഇനി ഇത് ഉള്ളിൽ. അപ്പോൾ ഇത് കണ്ട് വരച്ച് വെച്ചാൽ മതി. ഇതവിടെ സാധനമുണ്ട്. ഇംബ്രിക്കേറ്റിന് നിങ്ങൾക്ക് അതിനകത്ത് ഇതുണ്ടെങ്കിൽ ഇത് വരച്ച് വെച്ചാൽ മതി. ഒന്ന് കംപ്ലീറ്റ്ലി പുറത്തും, ഒന്ന് കംപ്ലീറ്റ്ലി ഉള്ളിലും. ഇതെവിടെ സാധനം? സി ആണ് ഇംബ്രിക്കേറ്റ്. അപ്പോൾ ഒന്ന് കംപ്ലീറ്റ്ലി ഉള്ളിൽ, കണ്ടില്ലേ? ഒന്ന് കംപ്ലീറ്റ്ലി ഉള്ളിൽ, അപ്പോൾ അതിനെ അപ്പുറത്തും ഇപ്പുറത്തും. പിന്നെ ഒന്ന് കംപ്ലീറ്റ്ലി പുറത്തും. ബാക്കി മാർജിൻസ് എന്ത് ചെയ്യും? വൺ മാർജിൻ ഓവർലാപ്പ് ദി അതർ. മാർജിൻസ് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ മാർജിൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാ മാർജിൻസും കണ്ടിട്ട് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്ന് കംപ്ലീറ്റ്ലി പുറത്താണ്, ഒന്ന് കംപ്ലീറ്റ്ലി ഇൻസൈഡാണ്. അപ്പോൾ ആ ഒരു സംഭവം അതിനകത്ത് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇംബ്രിക്കേറ്റ് ഈസ്റ്റേഷനായി. അപ്പോൾ അത് മനസ്സിലായോ? ഇനി ഇംബ്രിക്കേറ്റ് കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? ലാസ്റ്റ് വെക്സിലറി ഈസ്റ്റേഷൻ ആണ്. ഇത് ഒന്ന് കംപ്ലീറ്റ് ഇങ്ങനെ പുറത്തായിരിക്കും. അതേ സ്റ്റാൻഡേർഡ് പെറ്റൽ എന്നാണ് വിളിക്കുക. ഇതിനെ പേരും ചോദിക്കാറുണ്ട്. ഇത് സ്റ്റാൻഡേർഡ് പെറ്റൽ. ഇനി ഒന്ന് സൈഡിലേക്കായിരിക്കും വിങ് പെറ്റൽ. ഇതെന്താണ്? വിങ് പെറ്റൽ, വിങ് പെറ്റൽസ്. ഇനി ഒന്ന് കംപ്ലീറ്റ് ഇങ്ങനെ ഉള്ളിലായിരിക്കും. ഇത് കീൽ എന്നാണ് ഇതിനെ വിളിക്കുക, കീൽ. അപ്പോൾ ഇങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റ്, പൂവിൻ്റെ ഇതളുകളുടെ അറേഞ്ച്മെൻറ്റ്, ഇത് പയറിലൊക്കെ എങ്ങനെയാണ് കാണുക? പയർ പൂവൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ശംഖുപുഷ്പത്തിൻ്റെ. അപ്പം ലാർജ് പെറ്റൽ ഓവർലാപ്സ് ടു സ്മോൾ ലാറ്ററൽ പെറ്റൽ. വലിയൊരു പെറ്റൽ, എന്നിട്ട് ആ രണ്ട് വിങ്, ലാറ്ററൽ പെറ്റൽ. വിങ് പെറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാറ്ററൽ സൈഡിലേക്കുള്ള പെറ്റലിനെയാണ് വിങ് പെറ്റൽ. ഇത് സ്റ്റാൻഡേർഡ് പെറ്റൽ എന്ന് പറഞ്ഞാൽ ഇത് ലാർജസ്റ്റ് പെറ്റൽ, ലാർജ് പെറ്റൽ, ലാർജ് പെറ്റൽ എന്ന് എഴുതിയാൽ മതി. ഇത് സ്മോളസ്റ്റ്, സ്മോൾ പെറ്റൽ, സ്മോൾ പെറ്റൽ, ഇന്നർ പെറ്റൽ, ഉള്ളിലുള്ള പൂവിൻ്റെ ഇതൾ. അപ്പോൾ ഇപ്പോൾ ഫ്ലവറിൻ്റെ അറേഞ്ച്മെൻറ്റ് മനസ്സിലായോ? പയർ ചെടിയൊക്കെ ഇങ്ങനെയാണ്. ഒരു പൂവ് ഇങ്ങനെ പുറത്തേക്കും തള്ളി നിൽക്കും, സൈഡിൽ രണ്ട് കുഞ്ഞു ഇതളുകൾ ഉണ്ടാവും, പിന്നെ ഏറ്റവും ഉള്ളിലൊരു ഇതളുണ്ടാവും, അങ്ങനെ. അപ്പോൾ ഓക്കെയാണോ ഇതിനകത്ത്? അപ്പോൾ ഈ ചിത്രമൊക്കെ അങ്ങോട്ട് വരച്ച് വെക്കുക, മനസ്സിലായില്ലേ? ചിത്രം അങ്ങോട്ട് എന്ത് ചെയ്യുക? ഈ ഇത് കണ്ടു കഴിഞ്ഞാൽ ചോദിക്കാറുണ്ട്. ഇത് വെക്സിലറി ആണ് കേട്ടോ. ഇങ്ങനെ വരച്ച് വെക്കുക, ഒന്നിങ്ങനെയും വരച്ച് വെക്കുക, ഒന്ന് ഫുള്ള് ഉള്ളിലേക്കാക്കിയിട്ട് വരച്ച് വെക്കുക. എന്നിട്ട് പറയാം ഇത് വൺ പെറ്റൽ, ലാർജ് പെറ്റൽ ഈസ് ഓവർലാപ്സ് ദി വിങ് സൈഡ് പെറ്റൽ. അപ്പം മുകളിലുള്ള വലിയ പെറ്റൽ എന്ത് ചെയ്യും? സൈഡത്തെ പെറ്റലിനെ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ സൈഡ് പെറ്റൽ എന്താണ്? പിന്നെ ഈ അറേഞ്ച്മെൻറ്റ് വെക്കുക. വൺ പെറ്റൽ ഈസ് കംപ്ലീറ്റ്ലി ഇൻസൈഡ്, ഇന്നർ പെറ്റൽ ഈസ് കംപ്ലീറ്റ്ലി ഇൻസൈഡ്. അപ്പോൾ അങ്ങനെയൊക്കെ വരച്ച് വെച്ചാൽ മതി. അപ്പോൾ സംഗതി സെറ്റാവും. വരച്ച് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് സംഗതി സെറ്റായി. അപ്പോൾ ഇതും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ്? വെക്സിലറി കഴിഞ്ഞാൽ
ഇനി ചെടിയിൽ ഇലകളുടെ അറേഞ്ച്മെന്റിനെയാണ്. അത് എഴുതിയില്ല. ഓക്കെ, അതൊന്നും എഴുതിയില്ലേ? ഫസ്റ്റ് എഴുതി. എന്നാൽ ഇത് എഴുതൂ. ട്വിസ്റ്റഡ്, ഒരു മാർജിൻ മറ്റേ മാർജിന് മുകളിലോട്ട് കയറിയിരിക്കുന്നു. ട്വിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇതളിൻ്റെ മാർജിൻ മറ്റൊരു ഇതളിൻ്റെ മാർജിനിലോട്ട് കയറിയിരിക്കുന്നു. ഒരു ഇതളിൻ്റെ അരിക് മറ്റ് ഇതളിൻ്റെ അരികുമായി ഓവർലാപ്പ് ചെയ്യുന്നു. മറ്റിതളിൻ്റെ മുകളിലോട്ട് കയറിയിരിക്കുന്നു. മുകളിലോട്ട് കയറിയിരിക്കുന്നു. ഒരു ഇതളിൻ്റെ അരിക് മറ്റിതളിൻ്റെ അരികിലേക്ക് കയറിയിരിക്കുന്നു. ഇംബ്രിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇതളിൻ്റെ അരികുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ഇതളിൻ്റെ അരികുകൾ ഓവർലാപ്പ് ചെയ്യുന്നു. മലയാളത്തിൽ എഴുതിയാൽ മതി ഓവർലാപ്പ്. നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയാണ് ഓവർലാപ്പ് എന്ന് കണ്ടാൽ. ഇതളിൻ്റെ അരികുകൾ ഓവർലാപ്പ് ചെയ്യുന്നു. എല്ലാം മലയാളത്തിൽ അങ്ങനെ ചോദിച്ചാൽ, ഇംഗ്ലീഷും മലയാളത്തിൽ. പക്ഷേ ഒരു ഇതൾ എന്താണ്? ഒരു ഇതൾ മുഴുവനായും പുറത്താണ്, ഒരു ഇതൾ മുഴുവനായും ഉള്ളിലാണ്. ഒരു ഇതൾ മുഴുവനായും പുറത്താണ്. വൺ കംപ്ലീറ്റ്ലി ഇൻസൈഡ്, വൺ കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ്. അപ്പോൾ ഇതല്ല കേട്ടോ ഇംബ്രിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇതിനകത്ത് മൂന്നാമത്തതാണ് സി. അപ്പോൾ ഇതളിൻ്റെ ഇത് എഴുതി കഴിഞ്ഞാൽ ലേക്കടിച്ച്. ഇനി അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ലാസ്റ്റത്തെ എഴുതി വെക്കൂ. വെക്സിലറി എന്ന് പറഞ്ഞാൽ ഇതാണ് ചിത്രം. ഒരു വലിയ പെറ്റൽ താഴെയുള്ള 2 സൈഡ് പെറ്റലുകളുടെ മുകളിലോട്ട് കയറി നിൽക്കുന്നു. അപ്പോൾ ഈ പെറ്റൽ എന്ത് ചെയ്യും? ഈ 2 പെറ്റലുകളുടെ ഓവർലാപ്പ് ചെയ്യുന്നു. ഈ 2 പെറ്റലുകളോ താഴെയുള്ള ഫുൾ പെറ്റലിൻ്റെ ഉള്ളിലൊരു പെറ്റൽ വരുന്നു. അപ്പോൾ ഈ അറേഞ്ച്മെൻറ്റ് വരച്ച് വെച്ചാൽ മതി. ആൻഡ് വൺ പെറ്റൽ ഈസ് one petal is completely inside. One petal ലാസ്റ്റ് ചെയ്ത് വെക്കുക. ഒരു പെറ്റൽ എന്താണ്? ഇന്നർ പെറ്റൽ ഈസ് കംപ്ലീറ്റ്ലി ഇൻസൈഡ്. ഇന്നർ പെറ്റൽ ഈസ് ഇൻസൈഡ്. ഇന്നർ പെറ്റൽ ഈസ് ഓവർലാപ്ഡ് ബൈ ലാറ്ററൽ പെറ്റൽസ് എന്ന് എഴുതിയാൽ മതി. ഇന്നർ പെറ്റലിന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ സൈഡ് പെറ്റലുകൾ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ഇന്നർ പെറ്റൽ ഈസ് ഓവർലാപ്ഡ് ബൈ സൈഡ് പെറ്റൽ. അപ്പോൾ ആ ചിത്രം കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കി എഴുതി വെച്ചാൽ മതി മലയാളത്തിൽ. അപ്പോൾ ഓക്കെ അല്ലേ? എഴുതി കഴിഞ്ഞാൽ ലൈക്കടിച്ച്. ഇനി ഇതിനകത്ത് ഇതാണ് ഇലകളുടെ അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കൂ. ഇത് കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. ഇലകളുടെ അറേഞ്ച്മെൻറ്റ് ക്വസ്റ്റ്യൻ എഴുതൂ. ദ ഫ്ലോയിങ് ഫിഗേഴ്സ് എ ആൻഡ് ബി ഷോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിലോടാക്സി. ഇലകളുടെ അറേഞ്ച്മെൻ്റ് ആണ് ഇത്. ഫസ്റ്റത്തെ എന്താണെന്നറിയാം? ഒരു ഇല, പിന്നെ അടുത്ത നോടുന്ന ഒരു ഇല, പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഇല, പിന്നെ ഇവിടുന്ന് ഇവിടെ ഇങ്ങനെ ഒരു ഇല, പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഒരു ഇല. അപ്പോൾ ഇത് മൊത്തം ഇലകളാണ്. ഈ ഇലകളുടെ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റ് ഫിലോടാക്സി എന്ന് വിളിക്കുക. ഓൾട്ടർനേറ്റ്. ഇനി ബി എന്താണ്? അപ്പോൾ എ ഓൾട്ടർനേറ്റ് ആണ്. ഓൾട്ടർനേറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇലകൾ ഇതേപോലെയാണ്. ഓൾട്ടർനേറ്റ് മനസ്സിലാകാൻ ഇങ്ങനെ വരച്ച് വെച്ചാൽ മതി. ഇനി ബി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുക? ഓപ്പോസിറ്റാണ്. ഒരു ഇലേൻ്റെ ഓപ്പോസിറ്റ് അടുത്തല്ല, ഒരു ഇല അതിൻ്റെ ഓപ്പോസിറ്റ് അടുത്തല്ല, ഒരു ഇല അതിൻ്റെ അടുത്ത. ഇങ്ങനെ വന്ന ഓപ്പോസിറ്റ് ഫിലോടാക്സിയാണ്. ഓപ്പോസിറ്റ് ഫിലോടാക്സി. അപ്പോൾ ഇലകൾ ഓപ്പോസിറ്റായിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഫിലോടാക്സി. ഒന്ന്, പിന്നെ അതിന് മുകളിൽ വേറൊന്ന്, പിന്നെ അതിന് മുകളിൽ, പിന്നെ അതിന് മുകളിൽ, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ. അതിനെ ഓൾട്ടർനേറ്റ് ഫിലോടാക്സി. ഓൾട്ടർനേറ്റ് ഫിലോടാക്സി. അപ്പം ഇതിനകത്ത് മനസ്സിലായോ? ഓൾട്ടർനേറ്റും ഓപ്പോസിറ്റും. ഡിഫൈൻ ഫിലോടാക്സി എന്ന് പറഞ്ഞാൽ എന്താ? അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ് ഓൺ സ്റ്റെം. അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ് ഓൺ സ്റ്റെം. അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ്, ഇലകൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നതിനെയാണ് ഫിലോടാക്സി എന്ന് വിളിക്കുക. അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഫിലോടാക്സി ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. പാറ്റേൺ ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ്. പാറ്റേൺ ആണ്, ആ പാറ്റേണിനെയാണ് വിളിക്കുന്നത്. പാറ്റേൺ ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ് ഓൺ ദ സ്റ്റെം ഓർ ബ്രാഞ്ച് ഓഫ് എ പ്ലാന്റ്. അപ്പോൾ അവിടെ കാണിച്ചിരിക്കുന്നത് അൾട്ടർനേറ്റ് ഫിലോടാക്സിയാണ്. ആൾട്ടർനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇല വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകൾക്കാണ്, അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഇല വരിക, പിന്നെ മുകൾക്ക്, പിന്നെ അതിൻ്റെ മുകൾക്ക്, അങ്ങനെ.
ഈ ഓപ്പോസിറ്റ് ഫിലോടാക്സി എന്ന് പറഞ്ഞാൽ ഒരു ഇല വന്നാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അടുത്ത ഇല, ഒരു ഇല വന്നാൽ അപ്പുറത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് അടുത്ത ഇല. അപ്പോൾ ഇതാണ് ഓപ്പോസിറ്റ് ഫിലോടാക്സി, ഓൾട്ടർനേറ്റ് ഫിലോടാക്സി. വാട്ട് ഈസ് ഫിലോടാക്സി? പാറ്റേൺ ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ് ഓൺ ദ സ്റ്റെം ഓർ ബ്രാഞ്ച്. എഴുതി കഴിഞ്ഞോ? ഇതൊക്കെ തന്നെ ഇതിനകത്ത് ചോദിക്കാറുള്ളൂ. ഇനി ഒരു സംഭവം കൂടി ഉണ്ട്, ഒരു പ്ലാസൻറ്റേഷനും പിന്നെ ഒരു ടോപ്പിക് കൂടി. അതോടെ ഈ ചാപ്റ്റർ ഇതിനകത്ത് നമ്മൾ തീർന്നു കഴിയും. വല്ലാണ്ടൊന്നും ഇതിനകത്തില്ല, ഒരു വെരി സിമ്പിൾ ചാപ്റ്ററാണ്. പിന്നെ ഒരു റൂട്ട് ഹെയറിൻ്റെ ഒക്കെ സംഭവം ഉണ്ടാവും. ഓക്കെ, അപ്പം നാളെയും കൂടി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് തീർന്നോളൂ. അപ്പോൾ ഇന്ന് ലീവ് ചെയ്തോളൂ കേട്ടോ. അതിനകത്ത് ക്വസ്റ്റ്യൻ